അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാതാപിതാക്കൾക്ക് കിട്ടിയ വികലമായ പാരൻറ്റിങ് എങ്ങനെ ശരിയാക്കാം? അത് പേഴ്സണാലിറ്റി റീഫ്രെയിമിങ് അതിനുള്ള എളുപ്പവഴിയാണ്. ഇതാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്. ഇതിൻ്റെ കാരണം, പശ്ചാത്തലം, കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ നിങ്ങൾക്കറിയാം. കേരളത്തിൽ ഡൊമസ്റ്റിക് വയലൻസ്, വീട്ടിലുണ്ടാകുന്ന വഴക്ക്, ബഹളം, അത് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് മാത്രമല്ല, അങ്ങനെ അത് പല പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു, അപകടങ്ങളിലും കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു. അതിലുപരി പിഞ്ചു മക്കൾ, കുഞ്ഞുങ്ങൾ, അവർ ഭയങ്കരമായിട്ടുള്ള ഡിസ്ഫങ്ഷണൽ ലെവലിലെത്തുകയും അതുപോലെ നാർക്കോട്ടിക്സ്, മയക്കുമരുന്ന് പോലുള്ള അപകടകരമായ അവസ്ഥയിലെത്തി പിന്നെ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തു വരുന്നു. ഇതിൻ്റെ കാരണം ഒന്നുമല്ല, ഈ മക്കളിലല്ല വാസ്തവത്തിൽ ഇതിൻ്റെ കാരണം. ശരിക്കും ഈ മക്കളല്ല, അവർ നിരപരാധികളാണ്. ഈ മക്കളോട് നമ്മൾ കരുണ കാണിച്ച് അവരെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് മാർഗം. ഇതിൻ്റെ പിന്നിൽ മയക്കുമരുന്നാണ് എന്നതാണ് കാര്യമായിട്ടുള്ള പ്രചാരണം. മയക്കുമരുന്നാണ് ഒരു പരിധി, പക്ഷെ അതിനപ്പുറത്തേക്ക് മയക്കുമരുന്നിലേക്ക് പോലും മക്കളെ എത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാ എത്തിക്കുന്നത്? ഇതിൻ്റെ പിന്നിലുണ്ടാകുന്നത് ശരിക്കും അൺഹെൽത്തി പാരൻറ്റിങ്. അൺഹെൽത്തി പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, കോഴ്സ്, കോളേജ് എല്ലാം കൊടുക്കുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും പോരാ. കുട്ടികൾക്ക് നല്ല കെയർ, ഭക്ഷണം, മരുന്ന്, സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നു, പോരാ. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ആളുകൾ പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നു, പോരാ. ശരിക്കും നിങ്ങൾ സ്നേഹം കൊടുത്താൽ പോലും, നിങ്ങൾ നല്ല കെയർ കൊടുത്താൽ പോലും പോരാ. വാസ്തവത്തിൽ മാതാപിതാക്കൾക്ക് അവരിലുണ്ടാകുന്ന, അവർക്ക് കിട്ടിയ പാരൻറ്റിങ് എന്താണ്, അവരുടെ മാതാപിതാക്കൾ ഈ മാതാപിതാക്കളെ എങ്ങനെ വളർത്തി എന്നതിനനുസരിച്ചിരിക്കും ഈ മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന പാരൻറ്റിങ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് അൺഹെൽത്തി പാരൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോക്സിക് അല്ലെങ്കിൽ അതിൻ്റെ പോയ്സൺ, അതിൻ്റെ വികലത മാറ്റി വെച്ചുകൊണ്ട് പിന്നെ മാതാപിതാക്കൾക്ക് തൻ്റെ അടുത്ത തലമുറക്ക് പാരൻറ്റിങ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ വളർന്നു പോവുകയാണ് ചെയ്യുക. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അടുത്ത തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്. അതോടൊപ്പം ഇതിങ്ങനെ വളർന്നു പോകുമ്പോൾ അതോടൊപ്പം മറ്റു സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതിന് അപ്പുറത്തേക്ക് മയക്കുമരുന്നും അതുപോലുള്ള സംഗതികളും സപ്പോർട്ടാകുന്നു. ഇങ്ങനെയാണ് ഇത് ഡൊമസ്റ്റിക് വയലൻസുകൾ ഓരോ വർഷവും കൂടിക്കൂടി അല്ലെങ്കിൽ ഓരോ കാലത്തും കൂടിക്കൂടി വരുന്നത്. ഇതിൻ്റെ ബേസിക് റീസൺസ് മാതാപിതാക്കൾക്ക് തന്നെ അവരുടെ ഉള്ളിലുണ്ടാകുന്ന, അവരുടെ വ്യക്തിത്വത്തിൽ ഉള്ള അൺഹെൽത്തി പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് അവരുടെ അൺഹെൽത്തി പേഴ്സണാലിറ്റിയെ റീഫ്രെയിം ചെയ്തെടുക്കുക, മാറ്റിവെക്കുക. ഇതിനപ്പുറത്തേക്ക് ഈ അൺഹെൽത്തി പേഴ്സണാലിറ്റി ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ കുറേ ഖുതുബയും ക്ലാസ്സും വയലുകളൊന്നും നടക്കൂല, പരിധിയുണ്ട്. അതുകൊണ്ട് ക്ലാസ്സും ഖുതുബയും ഒക്കെ കൊടുക്കുന്ന ഉസ്താദുമാരും അവരുടെ ഈ ഉസ്താദുമാരുടെ എന്താ പറയുക, അടുത്ത ആളുകളും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തകരും അവരുടെ വീട്ടിൽ തന്നെ ഡിസ്ഫങ്ഷൻ എന്തുകൊണ്ടുണ്ടാവുന്നു? കാരണം ഈ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ സ്ഥിരപ്പെട്ട് വന്ന സംഗതി അത് പുറത്ത് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് ആണ് ഇതിനുള്ള ഒരു അന്തിമ സൊല്യൂഷൻ. മാതാപിതാക്കളുടെ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ്, മാതാപിതാക്കളുടെ റീപാരൻറ്റിങ്, മാതാപിതാക്കൾക്ക് കിട്ടിയ അൺഹെൽത്തി പാരൻറ്റിങ് ഒഴിവാക്കാൻ അവർക്ക് റീപാരൻറ്റിങ് കൊടുക്കൽ. അവർ കുട്ടികൾക്ക് പാരൻറ്റിങ് കൊടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മാതാപിതാക്കൾക്ക് റീപാരൻറ്റിങ് കൊടുക്കുക. അങ്ങനെ മാതാപിതാക്കൾക്ക് റീപാരൻറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അൺഹെൽത്തി പാരൻറ്റിങ് ഒഴിവാക്കുകയും അവർക്ക് തൻ്റെ മക്കൾക്ക് ഹെൽത്തി പാരൻറ്റിങ് കൊടുക്കുവാൻ കഴിയും. ഇത് ഈ റീപാരൻറ്റിങ് എന്നത് ഒരു മോഡേൺ കോൺസെപ്റ്റിന് മാഷാ അല്ലാഹ് ഭയങ്കരമായിട്ടൊരു പ്രചാരം കിട്ടുന്നതും എഫക്റ്റീവായിട്ടുള്ളൊരു സംവിധാനമാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്, എവരിവർ ഇറ്റ് ഈസ്. നമ്മുടെ കേരളത്തിലൊന്നും ഈ പദം പോലും ഉച്ചരിച്ചിട്ടില്ല ഇതുവരെ. റീപാരൻറ്റിങ് എന്നത് നമ്മുടെ കേരളത്തിൽ പലരും ഈ പദം പോലും ഉച്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തിയും പ്രായോഗികതയും വളരെ അധികമാണ്. മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു മനുഷ്യൻ അവൻ്റെ ഇടപെടലുകൾ വഴി മറ്റൊരു വ്യക്തിക്ക്, ഈ മനുഷ്യൻ, ഇപ്പം ഞാൻ നിങ്ങളോടുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു 30% മാത്രമേ ഉള്ളൂ, എൻ്റെ ബോഡി ലാംഗ്വേജ് അടക്കം 30% മാത്രമേ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കോൺഷ്യസ് മൈൻഡിലൂടെ, എൻ്റെ വാക്കിലൂടെയും എൻ്റെ നോക്കിലൂടെയും എൻ്റെ ബോഡി ലാംഗ്വേജിലടക്കം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ 70% ഓഫ് മൈ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക്, എൻ്റെ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിലേക്ക് നമ്മളിൻ്റെ എമോഷണൽ ട്രാൻസ്ഫറൻസിലൂടെ കൈമാറുന്നു. ഇതാണ് ഇതിൻ്റെ അടിയൊഴുക്കുകൾ. ഈ 70% മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ 30% കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ടാണ് ഇവിടെ ഇത് പാരന്റിങ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക കെയർഫുൾ പാരന്റിങ് ആണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഫെയിലായി പോകുന്നത്. പറഞ്ഞ പോലെ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ 70% മെറ്റാഫിസിക്കൽ ഓർ നോൺ സ്പിരിച്വൽ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ നോൺ ഫിസിക്കൽ ഒരു സ്പിരിച്വൽ പാരന്റിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ വ്യക്തിത്വം ശരിയാക്കിയെടുത്താൽ അവർക്ക് മക്കളുടെ വ്യക്തിത്വം ശരിയാക്കി എടുക്കേണ്ടതില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായി. കാരണം എന്താ, ഈ മാതാപിതാക്കളുടെ 70% ആണ് വ്യക്തിത്വത്തിൻ്റെ 70% ആണ് മക്കളിലേക്ക് എത്തുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് എന്താണ്, ഡു ഓർ ഡോണ്ട്. അത് ചെയ്യും, ഇത് ചെയ്യല്ലേ, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യല്ലേ, അപ്പം ചെയ്യ്, ഇപ്പം ചെയ്യല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് കൽപ്പന ഒരു മനുഷ്യനും ആവശ്യമില്ല. കൽപ്പനകൾ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മക്കൾക്ക് നമ്മൾ അവരോട് പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ കൽപ്പിച്ചിട്ടായാലും അല്ലാതെയായാലും മക്കളുടെ ഉള്ളിലുണ്ടാകുന്ന കുറേ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എന്ത്, ഏത്, എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോ, എന്തുകൊണ്ടല്ല, ഇങ്ങനെ കുറേ സംഗതികൾ. ആ ക്വസ്റ്റ്യൻസാണ് അവരുടെ നൈസർഗികമായിട്ടുള്ള അവരുടെ എന്താ പറയുക അവരുടെ ലേണിംഗ് പ്രോസസ്സ്. അതിന് അനുഗുണമാകുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്താൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിനെയാണ് ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ആ രീതിയിൽ കുട്ടികൾക്ക് റിയാലിറ്റിയും റിയാലിറ്റിയിലേക്ക് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്ന ഡീബ്രീഫിംഗ്. ഈ ഡീബ്രീഫിങ്ങിലൂടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഈ മക്കളിൽ ഞാൻ ഏത് വ്യക്തിത്വ ഗുണമാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് വ്യക്തിത്വ ഗുണമാണ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണം പാരൻസിന് കൊടുക്കാൻ. ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത പാരൻസ് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് വ്യക്തിത്വ മൂല്യങ്ങൾ കുട്ടികൾ വളർത്തിയെടുക്കുവാൻ അനുയോജ്യമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളും അതിനുള്ള വിഷയങ്ങളും അതിനുള്ള വിഷയത്തെ കുട്ടികളോടുള്ള സംസാരിക്കുന്ന രീതിയും ശരിയാക്കിയെടുക്കുക എന്നുള്ളതിന് മാത്രം. ഇതാണ് പാരന്റിങ്ങിൻ്റെ ഒരു ബേസ്. ആ 30% ഞാൻ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ്. ഇത് സാധാരണ സംഭവിക്കുന്നത് എന്താ, കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്നു, അണീസിനെസ്, അതുപോലെ ലാക്ക് ഓഫ് ഫ്രീഡം ഓഫ് സ്പേസ്. അവർക്ക് വീട്ടിലൊരു സ്വാതന്ത്ര്യമില്ല, ഒരു ആകെ സ്പേസ് ഇല്ല, അവരെ കൂടുതൽ ഓവർ കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, വെറീസ്, പിന്നെ വിഷമം, ദുഃഖം, സങ്കടം, പിന്നെ വാശി, ദേഷ്യം ഇങ്ങനെ വന്ന് കയറിട്ട് വരുന്നു. ഇതോടൊപ്പം ഇതിൻ്റെ മയക്കുമരുന്നും അതല്ലെങ്കിൽ ഇതേപോലുള്ള നാർക്കോട്ടിക്സും ഒക്കെ കൂടെ കൂടുന്ന സമയത്ത് സിറ്റുവേഷൻ വിഷലായി പോകുന്നു. ഇങ്ങനെ വന്ന് ഒരു കുഞ്ഞെന്ത് ചെയ്യും, ആദ്യം കുട്ടി എന്തെങ്കിലും കുറച്ച് പാസീവ് പേഴ്സണാലിറ്റിയോ മറ്റാളുകളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ മറ്റാളുകൾ എന്നെ കൊണ്ട് നല്ലതെന്ന് പറയണം, അതിന് പറ്റുന്ന രീതിയിൽ കുട്ടി ജീവിക്കും. പക്ഷെ കുട്ടിക്ക് ശരീരത്തിൻ്റെ പ്രായപൂർത്തിയും മനസ്സിൻ്റെ പക്വതയും വരുന്നതോട് കൂടിയിട്ട് ഈ കുട്ടിക്ക് ഇത് പോരാ. ആ ശരീരവും മനസ്സും എൻ്റെ വ്യക്തിത്വം എവിടെ, വെർ ഇസ് മൈ പേഴ്സണാലിറ്റി എന്ന് ആ കുട്ടിയുടെ ശരീരവും മനസ്സും ചോദിക്കുന്നത്. ആ സമയത്ത് കുട്ടിക്ക് ഒരു വ്യക്തിത്വം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടി എന്താണോ കിട്ടുന്നത് അതവൻ്റെ വ്യക്തിത്വമാക്കി എടുക്കും, അതവൻ ശീലിക്കും, അവൻ്റെ ശരീരവും മനസ്സും അത് പ്രവർത്തിക്കും. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യും, അവൻ പാസീവിൽ നിന്ന് അഗ്രസീവായി മാറും. ഈ കുട്ടിയെ ഒന്നുകിൽ പാസീവ് അല്ലെങ്കിൽ അഗ്രസീവ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അസർട്ടീവായിട്ട് വളർത്തുക എന്നുള്ളതാണ് ശരിയായ ഹെൽത്തി പാരൻറ്റിങ്ങിൻ്റെ പിന്നിലുള്ള വശം. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റീപാരൻറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ റീപാരൻറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാലത്തിൽ കിട്ടിയ അനിഷ്ടങ്ങളും അൺഹെൽത്തി പാരൻറ്റിങ് ഒഴിവാക്കി നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലുള്ള സന്തോഷവും വി ക്യാൻ റീ എക്സ്പീരിയൻസ് അവർ ചൈൽഡ്ഹുഡ്. നമുക്ക് നമ്മുടെ യുവത്വത്തിലെ സന്തോഷവും സമാധാനവും തിരിച്ചെടുക്കാൻ പറ്റും. അത് എടുക്കുകയും മക്കൾക്ക് അതേ അനുഭവം നമ്മുടെ ശുദ്ധമായ പേഴ്സണാലിറ്റി മക്കളുടെ വളർന്നു വരുന്ന പേഴ്സണാലിറ്റി തമ്മിൽ മാച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അത് ഏറ്റവും നല്ല പാരൻറ്റിങ്ങായി മാറും. അതിന് മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന റീപാരൻറ്റിങ് ഞാൻ എൻ്റെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ്ങിൽ 7 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഒരു സെക്ഷൻ റീപാരൻറ്റിങ് എന്നതാണ്. ഈ സെക്ഷൻ മൊത്തത്തിൽ നിങ്ങൾക്ക് വെബ് ബാച്ചിൽ ചേരാം. അതല്ല ഫാമിലിക്ക് ഞാൻ നടക്കുന്നുണ്ട്, ബാച്ചായിട്ട് ചെയ്യുന്നുണ്ട്. അതല്ല എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ഓരോ സെക്ഷൻസും സെപ്പറേറ്റ് പേഴ്സണാലിറ്റി, നല്ല റിലേഷൻഷിപ്പ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്, അതുപോലെ റീപാരൻറ്റിങ്, ഇങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് അതിനൊരു ഫീസ് വെച്ചിട്ട് നമ്മൾ ആ ഭാഗം മാത്രം ആളുകൾക്ക് അതിൻ്റെ വീഡിയോ കൊടുക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സുലഭമായിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷന് 1500 രൂപയാണ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സെക്ഷൻ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നമ്മളെ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിൽ ചേരേണ്ടവർക്ക് ചേരാം. പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിൽ ചേർന്ന ആളുകൾ അവരുടെ അനുഭവം പ്രാക്ടോ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ ആപ്പാണ്.
15 ലക്ഷത്തോളം ഹോസ്പിറ്റൽസും കൗൺസിലേഴ്സും പിന്നെ ഡോക്ടേഴ്സുമുള്ള ഒരു ആപ്പ്. അതിലെ ഒരു മെമ്പറാണ്. നമ്മുടെ സൈറ്റിൽ നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ പ്രൊഫൈലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ആളുകൾ ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സിലബസും കാര്യത്തിലും എൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതിന് പറ്റുന്ന മെറ്റീരിയൽസ് അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർക്ക് അവിടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാണാം. അല്ലാത്തവർക്ക് നമ്മളോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് തരാം. എന്തായിരുന്നാലും നിങ്ങൾ റീപാരൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിനെ ഹാപ്പിയാക്കി മാറ്റാം. അതിലുപരി നമ്മുടെ മക്കളെ എന്ന് മാത്രമല്ല, നമുക്ക് പൂർവികരിലൂടെ വന്നിട്ടുള്ള അൺഹെൽത്തി പാരൻറ്റിങ് ആ സൈക്കിൾ ഇവിടെ വെച്ച് നിർത്താം. അത് ഇനി മക്കളിലേക്ക് പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇവിടെ വെച്ച് അത് എന്നേക്കുമായിട്ട് നമ്മുടെ തലമുറകളിൽ നിന്ന് ഒഴിവാക്കുവാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ്. അസ്സലാമു അലൈക്കും.